ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റ് ജനറൽ പേപ്പറിലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നൊരു ടോപ്പിക് ഉണ്ട് അല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ്. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ അതിനകത്തൊന്ന് ചോദിക്കുന്നത്. ഒരു ടേബിൾ തരും, അതിനനുസരിച്ച് അതിൽ നിന്ന് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. പിന്നെ നമ്മൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ മിസ്സിംഗ് ടേബിളിന്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതായത് തന്നിരിക്കുന്ന ടേബിളിൽ കുറച്ച് ഡേറ്റാസ് മിസ്സിംഗ് ആയിരിക്കും, അത് എവിടെ ആവശ്യം വരുന്നു അവിടെ അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ, the following table shows the number of votes polled along with percentage of valid votes and ratio of valid votes of male and female among them during an election in a college for the last 5 years from 2018 to 2022. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനകത്ത് ഓരോ പെർസെന്റേജ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ പെർസെന്റേജ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ടേബിൾ തന്നേക്കുന്ന എങ്ങനെയാ, ഓരോ വർഷം തന്നിട്ടുണ്ട്, എത്ര പേര് ആ ഓരോ വർഷവും എത്ര പേര് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് കോളത്തിൽ പറയുന്നത്. അപ്പൊ 2018 അത് തന്നിട്ടില്ല അല്ലെ, 2019 അത് 1000, 2020 2000 അങ്ങനെ തന്നിട്ടുണ്ട്. ചില വർഷങ്ങളിൽ അത് മിസ്സിംഗും ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ, ദ പെർസെന്റേജ് ഓഫ് വാലിഡ് വോട്ട്സ്, അതായത് വോട്ട്സ് പോൾ ചെയ്തേക്കുന്ന എണ്ണം, ഇത് വാലിഡ് ആയിട്ടുള്ള വോട്ട്സ് എത്ര ആണ്, അതായത് ഇതിന്റെ എത്ര ശതമാനം വോട്ട്സ് ആണ് വാലിഡ് ആയിട്ടുള്ളത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ 2020 2000 വോട്ട്സ് പോൾ ചെയ്തിട്ടുണ്ട്, അതിൽ 38% ആണ് വാലിഡ് ആയിട്ടുള്ള വോട്ട്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഇവിടെ പറയുവാണെങ്കിൽ 2022 പറയുവാണെങ്കിൽ 40% ഓഫ് 5000 ആണ് വാലിഡ് ആയിട്ടുള്ള വോട്ട്സ് അല്ലെ. പിന്നെ അടുത്ത പറയുന്നത് എന്താ, ദെൻ അടുത്ത കോളത്തിൽ പറയുന്നത് ദ റേഷ്യോ ഓഫ് വാലിഡ് വോട്ട്സ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽസ് എമംഗ് ദം, അതായത് വാലിഡ് വോട്ട് പോൾ ചെയ്തു, അതിൽ കുറച്ച് വാലിഡ് വോട്ട്സ് എന്ന് പറഞ്ഞു, ആ വാലിഡ് വോട്ട്സിൽ എത്ര മെയിൽസ് എത്ര ഫീമെയിൽസ്, അതിന്റെ റേഷ്യോ ആണ് ഈ പറഞ്ഞേക്കുന്നത്. അതായത് 5:3 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ ഈ ഒരു കേസിൽ എടുത്താൽ എന്താ, ഇവിടെ നമുക്ക് വാല്യൂസ് ഉണ്ടെന്ന് വെച്ചോ, വാലിഡ് വോട്ട്സിന്റെ എണ്ണം അറിയാമെങ്കിൽ അതെന്താ പറഞ്ഞത്, 5/8 അല്ലെ. 5:3 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം മെയിൽസ് 5 ഫീമെയിൽസ് 3, അപ്പൊ ടോട്ടൽ 8. 5/8 ഓഫ് വാലിഡ് വോട്ട്സ് ആണ് മെയിൽസിന്റെ എണ്ണം അല്ലെ. ഇനി ഫീമെയിൽസ് എന്താ, 3/8 ഓഫ് വാലിഡ് വോട്ട്സ് ആണ് ഫീമെയിൽസിന്റെ വോട്ട്സിന്റെ എണ്ണം അല്ലെ. അപ്പൊ അത് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. പിന്നെന്താ പറയുന്നത്, അതായത് കുറച്ച് ഡേറ്റാസ് മിസ്സിംഗ് ആണ്, അത് എവിടെ നമുക്ക് ആവശ്യമുണ്ടോ അവിടെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ടേബിള് എല്ലായ്പ്പോഴും നിങ്ങൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിന് മുന്നേ ആ ടേബിള് നന്നായിട്ട് വായിക്കുക. അതേപോലെ പെർസെന്റേജ് ഒക്കെ പറഞ്ഞ സമയത്ത് എന്തിന്റെ പെർസെന്റേജ് ആണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് ക്ലിയർ ആക്കണം, എന്നിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ. So first question, in 2021 if the difference between number of valid votes polled by males and female was 300, then the number of votes polled in 2021 was, 2021 എന്താണ്, മെയിൽസും ഫീമെയിൽസും പോൾ ചെയ്തേക്കുന്ന വാലിഡ് വോട്ട്സിന് എണ്ണം ഉണ്ടല്ലോ, അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 300 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമ്പർ ഓഫ് വോട്ട്സ് 2021 എത്ര വോട്ട്സ് പോൾ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് തന്നിട്ടില്ല അല്ലെ, ക്വസ്റ്റിന് തരാത്തൊരു ഡേറ്റയാണ്, അത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെ ചെയ്യാം, തന്നിരിക്കുന്നത് 2021 വാലിഡ് വോട്ട്സ്, മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും വാലിഡ് വോട്ട്സിന്റെ എണ്ണത്തിന്റെ ഡിഫറൻസ് വന്നിട്ട് 300 ആണെന്ന് അല്ലെ. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം വാലിഡ് വോട്ട്സിന്റെ എണ്ണം എത്രയാണ്, 60% ഓഫ് എക്സ് ആണ് വാലിഡ് ആയിട്ടുള്ള വോട്ട്സ്. അതിൽ മെയിൽ എത്ര പേരുണ്ടെന്ന് പറയാം, 7/12 അല്ലെ. 7/12 മെയിൽസ് ഉണ്ട്, 5/12 ഫീമെയിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് അവരുടെ ഡിഫറൻസ് ആണ്. അപ്പൊ ഡിഫറൻസ് എത്ര, 7 മെയിൽസ് ഉണ്ട് 5 ഫീമെയിൽസ് ഉണ്ടെങ്കിൽ അവരുടെ ഡിഫറൻസ് ആയ 7 - 5 2/12 അല്ലെ. 2/12 ആണ് എന്തുള്ളത്, അവരുടെ ഡിഫറൻസ് ഉള്ളത്. അപ്പൊ വാലിഡ് വോട്ട്സിന്റെ 2/12 ഓഫ് 60% ഓഫ് എക്സ് എന്ന് പറയുന്നതല്ലേ 300. ഇങ്ങനെ ഡയറക്റ്റ് എഴുതാൻ പറ്റണം. ഇനി ആർക്കെങ്കിലും ഇത് ഡയറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യം. 7/12 ഓഫ് 60% ഓഫ് എക്സ് അല്ലെ. 60% ഓഫ് എക്സ് എന്നാൽ വാലിഡ് വോട്ട്സിന്റെ എണ്ണം. എക്സ് ടോട്ടൽ വോട്ട്സ് ആണെന്ന് വിചാരിക്കുക, വാലിഡ് വോട്ട്സ് അതിന്റെ 60%. ആ 60%ത്തിന് 7/12 ആണ് മെയിൽസിന്റെ എണ്ണം. ഇനി ഫീമെയിൽസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 5/12 ഓഫ് 60% ഓഫ് എക്സ് ആണ് ഫീമെയിൽസിന്റെ എണ്ണം അല്ലെ. ഇതിന്റെ ഡിഫറൻസ് ആണ് 300 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഡിഫറൻസ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. 7 മെയിൽ ആണ്, 5 ഫീമെയിൽ ആണെങ്കിൽ ഡിഫറൻസ് 7 - 5 2 അല്ലെ. 2/12 ടോട്ടലിന്റെ
12ന്റെ 2 ഭാഗം എന്ന് പറഞ്ഞതാണ് ഡിഫറൻസ്. ക്ലിയർ അല്ലേ? സോ 2/12 ഓഫ് 60% ഓഫ് എക്സ് എന്ന് പറഞ്ഞാണ് 300. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ നോക്കൂ. 2/12 into 60/100 ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 300. സോൾവ് ചെയ്യാം. ഇത് കട്ട് ചെയ്താൽ 6 ആയി, ഇവിടെ 6 കട്ട് ചെയ്തു 10 ആയി, ഈ 0യും ഈ 0യുടെ കട്ട് ചെയ്തു. അപ്പൊ എന്ത് വന്നു? x/10 will be equal to 300. That is x will be equal to 300 into 10, 3000. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 2021 നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? ഓപ്ഷൻ ബി 3000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In 2018 the ratio of number of votes to number of valid votes was 5:4. Then the number of valid votes by female in 2018 is -% less than the number of votes polled in the same year. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. പെർസെന്റേജ് ലെസ് കാണുക അല്ലെങ്കിൽ പെർസെന്റേജ് മോർ കാണുക. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ, പെർസെന്റേജ് ലെസ് പെർസെന്റേജ് മോർ. ഇത് ഏതെങ്കിലും ഒരു DIയുടെ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഇതായിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ ഈ ക്വസ്റ്റ്യൻ വരുന്നതിന് മുന്നേ പെർസെന്റേജ് ലെസ് അല്ലെങ്കിൽ പെർസെന്റേജ് മോർ എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് ഉണ്ടായിരിക്കും. എന്നിട്ടാണ് അത് ഒരെണ്ണം മറ്റേതിനെക്കാട്ടിൽ എത്ര കുറവ് അല്ലെങ്കിൽ ഒരെണ്ണം മറ്റേതിനെക്കാട്ടിൽ എത്ര കൂടുതൽ എന്ന് ചോദിക്കുന്നത് അല്ലെ. പെർസെന്റേജ് ലെസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 2 വാല്യൂസ് ഉണ്ടല്ലോ, ആ 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചേക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുവാണെങ്കിൽ 2 വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ബൈ ഫീമെയിൽ. ഫീമെയിലിന്റെ വാലിഡ് വോട്ട്സ് 2018 നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ഓഫ് ഫീമെയിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഇൻ ദ സെയിം ഇയർ, അതേ വർഷം തന്നെ ടോട്ടൽ വോട്ട്സ് പോൾഡ്. ആ 2 നമ്പറൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ 2 നമ്പറിന്റെ പെർസെന്റേജ് ലെസ് കാണാനാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആ 2 എണ്ണം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെർസെന്റേജ് ലെസ് എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ 2ന്റെയും കൂടെ ആ 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. താഴെ എന്തെടുക്കണം? ബേസ് അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയാം. ഓർക്കാൻ എളുപ്പത്തിന് പറയാം. പെർസെന്റേജ് ലെസ് ചോദിച്ചാൽ ആ 2 എണ്ണത്തിൽ ഏതാണോ വലുത് അത് എഴുതുക. അല്ലെങ്കിൽ നമ്മൾ ദാൻ വരുന്നതെന്ന് ഓർക്കാം. ദാൻ ആരുടെ കൂടാണോ വരുന്നത് അങ്ങനെ ഓർക്കാം. ദാൻ ദ നമ്പർ ഓഫ് വോട്ട്സ് അല്ലെ. അപ്പോൾ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ആണ് താഴെ വരുന്നത്. ക്ലിയർ ആണോ? ഇൻറ്റു 100. ഇനി പെർസെന്റേജ് മോർ ആണ് ചോദിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ ഡിഫറൻസ് എടുക്കുക. അതേപോലെ തന്നെ ആരുടെ കൂടാണോ ദാൻ വരുന്നത് അത് നമ്മൾ താഴെ എഴുതുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, 2 വാല്യൂസ് ഉണ്ട്, അതിലെ ചെറിയ നമ്പർ സ്മോളർ നമ്പർ എഴുതുക ഇൻറ്റു 100. ഈ ഒരു 2 രീതിയിൽ നമുക്കത് ചെയ്യാം. അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പൊ എന്താ? 2018 നമ്പർ ഓഫ് വോട്ട്സ് ടു നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ്. അപ്പം നമ്പർ ഓഫ് വോട്ട്സ് നമുക്ക് എന്ത് കൊടുക്കാം? 5x എന്ന് കൊടുക്കാം അല്ലെ. നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് 4x അല്ലെ. റേഷ്യോ തന്നേക്കും. അപ്പൊ റേഷ്യോ തരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5x 4x എന്നും കൊടുക്കാം. അതായത് നമ്പർ ഓഫ് വോട്ട്സ് ടോട്ടൽ വോട്ട്സ് 5x എന്നും നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് 4x എന്നും കൊടുക്കാം. അതായത് 2018 കാര്യം പറയുന്നത് അല്ലെ. ഇവിടെ തന്നിട്ടില്ല. ഇത് 5x-ഉം ഇനി പെർസെന്റേജ് അല്ല, നമ്മളത് കണ്ടുപിടിച്ച് വെക്കുന്ന വാല്യൂ ആണ് പറയുന്നത്. അതായത് എത്രയോ പെർസെന്റേജ് ഓഫ് 5x എന്നാൽ വാലിഡ് വോട്ട്സ് ആണ് നമുക്കറിയാം. അത് പറയുന്നു വാലിഡ് വോട്ട്സ് 4x ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. മീൻസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു. ഇനി നമ്പർ ഓഫ് വോട്ട്സ് വാലിഡ് വോട്ട്സ് പോൾഡ് ബൈ ഫീമെയിൽസ് ഇൻ 2018 ഫീമെയിൽസിന്റെ വോട്ട്സ് എത്ര? ഫീമെയിൽസ് 3 അല്ലെ. 3/8 ആണ് അല്ലെ. അതായത് 3/8 ഓഫ് എന്താണ്? ഓഫ് എത്ര? വാലിഡ് വോട്ട്സ് അല്ലെ. ടോട്ടൽ വാലിഡ് വോട്ട്സിന് 3/8 ആണ് ഫീമെയിൽസ്. വാലിഡ് വോട്ട്സ് നമ്മൾ പറഞ്ഞേക്കുന്നത് 4x ആണ്. സോ 3/8 ഓഫ് 4x എന്ന് പറയാം അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം 3/2x എന്ന് എഴുതാം. ഇത് ഫീമെയിൽസ്. അപ്പൊ ഒരു വാല്യൂ കിട്ടി. ഓക്കെ, അടുത്തത് ഏതാ? ലെസ് ദാൻ. നമുക്ക് വേണ്ടത് ഒരെണ്ണം ഇതാ. ഒന്ന് ഇത് നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ബൈ ഫീമെയിൽ ഇൻ 2018 അത് നമുക്ക് കിട്ടി 3/2x. അടുത്തത് ഏതാ? നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഇൻ ദ സെയിം ഇയർ. അതേ വർഷം വോട്ട് ചെയ്ത പോൾ അതത്ര. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട് 5x ആണെന്ന്. 5x. അപ്പൊ 2 എണ്ണം കിട്ടി. പെർസെന്റേജ് ലെസ് കാണുക അല്ലെ. ഡിഫറൻസ് എടുക്കുക. പെർസെന്റേജ് ലെസ് കാണാൻ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കാം. 5x മൈനസ് 3/2x ബൈ പെർസെന്റേജ് ലെസ് ആണ്, വലിയ നമ്പർ. അപ്പൊ ഇതിൽ വലുത് ഏതാണ്? ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദാൻ വരുന്നത് നോക്കി പറയാം. ദാൻ വരുന്ന ഏതാ? നമ്പർ ഓഫ് വോട്ട്സ് പോൾഡിന്റെ സെയിം ഇയർ. അപ്പൊ ദാറ്റ് മീൻസ് 5x ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇത് സോൾവ് ചെയ്താൽ ആൻസർ വരത്തില്ലേ? സോൾവ് ചെയ്തേ എന്ത് വരും? 10 മൈനസ് 3/2. ഈ എക്സ് ക്യാൻസൽ ആയി പോവല്ലോ. ബൈ 2/5 ഇൻറ്റു 100.
Okay, that is 7/10 into 100. That is 70%. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി 70%. മനസ്സിലായോ? ഇനി ഇത് തന്നെ ഞാൻ മറ്റു രീതിയിലും കൂടെ ചെയ്യാൻ ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ 5x 4x എന്ന് കൊടുത്തില്ലേ, ഈ റേഷ്യോ വരുന്ന കേസിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. എല്ലായിടും ഇവിടെ നിന്നല്ല, എവിടെ നമുക്കൊരു പ്രോബ്ലത്തിൽ, മാത്സിന്റെ പ്രോബ്ലത്തിൽ റേഷ്യോ വന്നാലും നമുക്ക് ഇതേപോലെ ഒരു രീതി ഇങ്ങനെയാണ് 5x 4x എടുത്ത രീതി ചെയ്യുക. അല്ലെങ്കിൽ റേഷ്യോ 5:4 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് എടുക്കും? ഒന്നിൽ 50 അല്ലെങ്കിൽ 5ന്റെയോ 4ന്റെയോ മൾട്ടിപ്പിൾ ആണെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു നമ്പർ അങ്ങ് അസ്യൂം ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നു ടോട്ടൽ വോട്ട്സ് അല്ലെ, ടോട്ടൽ വോട്ട്സിന്റെ എണ്ണം 50 എന്നും വാലിഡ് വോട്ട്സിന്റെ എണ്ണം 40 എന്നും അങ്ങ് അസ്യൂം ചെയ്യാം. 50 എന്നോ അല്ലെങ്കിൽ 500 എന്നോ അത് ഒരേപോലെ വേണം. 500 എടുത്താൽ ഇവിടെ 400 അല്ലെ, അതായത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി 5000 എടുത്താൽ ഇവിടെ 4000. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മൾ എളുപ്പത്തിന് ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നുള്ളൂ. 50 എന്നും 40 എന്നും എടുത്തു. അതായത് ടോട്ടൽ വോട്ട്സ് 50 എന്ന് അസ്യൂം ചെയ്യുന്നു, അതേപോലെ വാലിഡ് വോട്ട്സിന്റെ എണ്ണം 40 എന്നും അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ പറയുന്ന ചെയ്തേ, നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ബൈ ഫീമെയിൽ. ഫീമെയിലിൽ എത്ര? 3/8 ഓഫ് 40 അല്ലെ. 40 വാലിഡ് വോട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്കത് കിട്ടത്തില്ലേ? എന്ത് വന്നു? 15 എന്ന് കിട്ടി അല്ലെ. അപ്പൊ വാലിഡ് വോട്ട്സ് ബൈ ഫീമെയിൽസ് 15 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് അതിന്റെയും നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഇൻ ദ സെയിം ഇയറുടെയും പെർസെന്റേജ് ലെസ് കാണണം. അതായത് രണ്ട് നമ്പർ 15 ഉണ്ട് 50 ഉണ്ട് അല്ലെ, പെർസെന്റേജ് ലെസ് കാണുക. ക്ലിയർ ആണോ? എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് എടുക്കുക. 50 മൈനസ് 15 ബൈ എന്താണ് ബേസ് ഏത് അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ ഏതാണ് അത് എഴുതുക. ഇപ്പൊ ഇവിടെ നമുക്ക് പെർസെന്റേജ് ലെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വലിയ നമ്പർ അല്ലെ, 50 into 100. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 35 into 50യും 100 കൂടെ വെട്ടിയാൽ 2 ആയി. സോ into 2 ദാറ്റ് ഈസ് 70%. ഇതുപോലെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എക്സ് വെച്ചും ചെയ്യാം, അല്ല നമ്മളൊരു നമ്പർ ഒരു മൾട്ടിപ്പിൾ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ക്ലിയർ ആണോ? If the average number of valid votes polled in 2019 and 2022 was 1270, then the number of valid votes polled by females in 2019 എന്താണ്? 2019ലും 2022ലെയും വാലിഡ് വോട്ട്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 1270 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ വാല്യൂ അറിയത്തില്ല അല്ലെ. പെർസെന്റേജ് ഓഫ് വാലിഡ് വോട്ട്സ് നമുക്ക് 2019 അറിയത്തില്ല, മറ്റേടത്തെ അറിയാം. അപ്പൊ ആവറേജ് തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ആ ഒരു പെർസെന്റേജ് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ചോദിക്കുന്നത് നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് പോൾഡ് ബൈ ഫീമെയിൽ, 2019ലെ ഫീമെയിൽസിന്റെ വാലിഡ് വോട്ട്സ്. അപ്പൊ ഈ ഒരു പെർസെന്റേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ അതിന് ആദ്യം പറഞ്ഞിരിക്കുന്നത് ചെയ്യാം. ആവറേജ് 2019ലെ നമുക്ക് ഇവിടെ ജസ്റ്റ് എക്സ് എന്ന് കൊടുക്കാം. എക്സ് പെർസെന്റേജ് ഓഫ് 1000 ആണ് വാലിഡ് വോട്ട്സിന്റെ എണ്ണം അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം എക്സ് പെർസെന്റേജ് ഓഫ് 1000 പ്ലസ് അടുത്ത 2022ലെ 40% ഓഫ് 5000 അല്ലെ. ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ ആവറേജ്, അതായത് ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞത്? 1270. ഓക്കെ, സോൾവ് ചെയ്താൽ പോരായോ? 1270. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫീമെയിൽസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. സോൾവ് ചെയ്തേ. എക്സ് പെർസെന്റേജ് ഓഫ് 1000 അല്ലെ, 100ഉം 2 0യും കൂടെ ചെയ്താൽ 10x പ്ലസ് ഇവിടെ 2 0യും പെർസെന്റേജ് കൂടെ കട്ട് ചെയ്താൽ 40 into 50 അല്ലെ, ദാറ്റ് ഈസ് 2000 ഈക്വൽ ടു ഈ 2 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ. 1270 into 2 0 14 5 2 2540. Okay, so 10x will be equal to 2540 minus 2000. എന്ത് വരും? 10x will be equal to 540, x will be equal to 54. അതായത് 54% നമുക്ക് കിട്ടി അല്ലെ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? 54% എന്ന് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫീമെയിൽസിന്റെ എണ്ണം 2019ലുള്ള ഫീമെയിൽസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ആണ് നോക്കിയേ? 5:4, അതായത് 4 ആണ് ഫീമെയിൽസ് അല്ലെ. സോ 4 ബൈ ടോട്ടൽ, അതായത് 9. 5 + 4 9 ആണ്, ടോട്ടൽ 9. സോ 4/9, 4/9 ഓഫ് എന്താണ്? വാലിഡ് വോട്ട്സിന്റെ 54% ഓഫ് എത്രയാണ്? 1000. ക്ലിയർ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ ആൻസർ വരത്തില്ലേ? സോൾവ് ചെയ്യാം. സീറോസ് കട്ട് ചെയ്തു, ഇവിടെ 6 ആയി. ദാറ്റ് ഈസ് 240. 2019ലെ ഫീമെയിൽസിന്റെ എണ്ണം എത്രയാണ്? ഫീമെയിൽസിന്റെ വോട്ട്സിന്റെ എണ്ണം 240. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
In the year 2020, if the number of valid votes of female was 300, then what was the ratio of valid votes of males and females in the same year? എന്താണ് 2020 നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ഓഫ് ഫീമെയിൽസിന്റെ വാലിഡ് വോട്ട്സിന്റെ എണ്ണം 300 ആണെന്ന്. ദെൻ വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് വാലിഡ് വോട്ട്സ് ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ദ സെയിം ഇയർ? 2020 അവരുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വാലിഡ് വോട്ട്സിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ടോട്ടൽ വോട്ട്സ് 2000 ഉണ്ട്, വാലിഡ് വോട്ട്സിന്റെ പെർസെന്റേജ് ഉണ്ട് 38%. അപ്പം നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് എന്ന് പറയുന്നത് എത്രയാണ്? 38% ഓഫ് 2000. അതായത് 38 by 100, 2 0 കട്ടാവുന്നു. 38 into 20, 16, 760. വാലിഡ് വോട്ട്സിന്റെ എണ്ണം 760. അതില് മെയിൽസിന്റെ വാലിഡ് വോട്ട്സിന്റെ എണ്ണം 300 എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം മെയിൽസ് അല്ല, ഫീമെയിൽസിന്റെ വാലിഡ് വോട്ട്സ് 300 ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയിൽസിനെ നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? ടോട്ടൽ വാലിഡ് വോട്ട്സ് 760, ഫീമെയിൽസിന്റെ വാലിഡ് വോട്ട്സ് 300. സോ 760 300 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 460 എന്ന് കിട്ടും. എന്ത്? മെയിൽസിന്റെ വാലിഡ് വോട്ട്സ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഈ മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും വാലിഡ് വോട്ട്സിന്റെ റേഷ്യോ. വോട്ട്സിന്റെ എണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റേഷ്യോ കണ്ടാൽ പോരായോ? അപ്പൊ നമുക്ക് വേണ്ടത് മെയിൽ ഈസ് ടു ഫീമെയിൽ എന്നുള്ള റേഷ്യോ ആണ്. ദാറ്റ് ഈസ് 460 ഈസ് ടു 300. സോൾവ് ചെയ്തേ. സീറോസ് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ 23 ഈസ് ടു 50. 23 ഈസ് ടു 15. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ സി, 23 ഈസ് ടു 15. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the number of votes increased by 600% from 2019 to 2023, ഇല്ലാത്തൊരു വർഷമാണ് പറയുന്നത്, and 76% of votes were valid in 2023, then find the number of valid votes polled in 2023. എന്താണ്? 2019 ഉണ്ട്. 2019-നെക്കാട്ടില് 600% കൂടുതലാണ് 2023. ഈ 2019-ലുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ 2023-യുടെ നമ്പർ ഓഫ് വോട്ട്സ് നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? എങ്ങനെയാ ചെയ്യുന്നത്? പെർസെന്റേജ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. 10% ഇൻക്രീസ് ആണെങ്കിൽ പുതിയ വാല്യൂ എന്ത് പറയാം? 110% ഓഫ് എക്സ് അല്ലെ. 110% ഓഫ് എക്സ്. ഇനി 20% ഇൻക്രീസ് ആണെങ്കിൽ 120% ഓഫ് ഇൻക്രീസ്. അതായത് 100ന്റെ കൂടെ ആ 20 കൂടെ ആഡ് ചെയ്യുന്നു. ഇനി കുറവാണെങ്കിൽ അത് മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെ? ഇൻക്രീസ്ഡ് ബൈ 600%. 2019-നെക്കാട്ടിലും 600% കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 100 + 600 700% എന്ന് പറയാം അല്ലെ. ദാറ്റ് ഈസ് 700% ഓഫ് 2019-ലുള്ളതിനെക്കാട്ടിലും അല്ലെ. ദാറ്റ് ഈസ് 1000. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് 100ഉം ഈ 2 0 കൂടെ കട്ടായി 7000 എന്ന് വരും അല്ലെ. 2023 7000 വോട്ട്സ് ഉണ്ട്, വോട്ട്സ് പോൾ ചെയ്തിട്ടുണ്ട്. പറയുന്നത് 2023 ആ വോട്ട്സ് പോൾ ചെയ്തതില് 76% എന്ന് പറഞ്ഞത് വാലിഡ് ആണ്. ആ എണ്ണം കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ആണ്. സോ വാലിഡ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 76% ഓഫ് 7000. ക്ലിയർ അല്ലേ? So 76 into 70, 42, 4, 49, 53, 5320. Option A, 5320 votes. അപ്പൊ ഈ ഒരു കാര്യം മറക്കരുത്. ഇത് ചെയ്താൽ നമുക്ക് അത്രയും പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. എന്താണ്? 1000 plus 600% of 1000. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുന്നത് പലയിടത്തും നമുക്ക് യൂസ്ഫുൾ ആണ്. പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ. അല്ലെങ്കിൽ ഇത്രയുള്ള അർത്ഥം, 1000ന്റെ 600% എത്രയാണോ അത്രയും 1000ന്റെ കൂടെ കൂടുന്നു. 1000 plus 600% of 1000. ക്ലിയർ അല്ലേ? നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 3 months ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസംബറിലേക്കാണ് നമ്മുടെ എക്സാം വരുന്നത് അല്ലേ. അപ്പൊ അതിന് മുന്നേയായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പർ ഉണ്ട്, അതേപോലെ എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ്, ഇതിനു വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായോ? DI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ കാര്യമായിട്ട് തന്നെ നിങ്ങളത് നോക്കണം, അത് ചെയ്ത് ശീലിക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.